ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പാത്രത്തിൽ എണ്ണയും നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട ഒരു 3 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിത്തിരി ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി വരുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കുക. ഭയങ്കര എളുപ്പമാണ്, ഞങ്ങളിത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. അത് ഇളക്കി കൊടുത്തിട്ട് നന്നായി വണങ്ങി വരുന്ന ടൈമിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ അരച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഗരം മസാലയും പട്ട പൊടിച്ച് വെച്ചിട്ടുള്ള പട്ടയുടെ പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ കുറച്ച് മാത്രം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറുനാരങ്ങ, ഒരു മൂടി ചെറുനാരങ്ങയും പിഴിഞ്ഞ് ഒരു 2 സ്പൂണോളം തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കനും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് മിക്സായിട്ട് വരണം. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല മണവും കൂടി വരുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിന് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് നന്നായി തിളപ്പിക്കുക. അതിലേക്ക് നമ്മൾ തിളച്ച് വന്ന് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അരിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു 1/4 ഭാഗം വെന്ത് വരുമ്പോൾ ദമ്മിടണം. ദമ്മിനായിട്ട് ഞാനിവിടെ ദോശക്കല്ല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പ്ലേറ്റും കൂടെ അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ദോശക്കല്ലും കൂടെ വെച്ച് ദമ്മിട്ട് എടുത്തു കഴിഞ്ഞാൽ ദമ്മിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്, നല്ല സിമ്പിളാണ്. അപ്പോൾ ബിരിയാണി ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഞാൻ അവിടെ ചിക്കൻ ചില്ലിയും കൂടെ ഇടുന്നുണ്ട്. സോ അതിൻ്റെ വീഡിയോ ഇനി ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അരി നമുക്ക് മറ്റേ ബാസ്മതി റൈസും കൂടിയാണ്. അപ്പോൾ അരിയൊന്നും പൊട്ടാതെ നല്ല നീളത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ചില്ലിയും സാലഡും ബിരിയാണിയും കൂട്ടി കഴിച്ചു.